നമ്മൾ പണ്ട് ബാലരമയിലും പൂമ്പാറ്റയിലുമൊക്കെ വഴി കാണിച്ചു കൊടുക്കാമോ എന്ന് പറയുന്ന ഒരു കളി അതിലൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്തൊരു സാധനം, അതിലേക്ക് പോകുന്ന വഴി നമ്മളിങ്ങനെ പേന കൊണ്ട് 3-4 വഴി കാണിച്ചിരിക്കും. അതിലൂടെ ശരിയായ വഴി ഒന്ന് കാണിക്കാമോ എന്നൊക്കെയാണ് അതിലെഴുതാറുള്ളത്. ഇപ്പോൾ ഈ വഴി കാണിച്ചു കൊടുക്കാമോ എന്ന് പറയുന്ന ചിന്ത മനസ്സിൽ വന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപിന് ഒരു വഴി കാണിച്ചു കൊടുത്താൽ നന്നായിരുന്നു. പുള്ളിക്ക് ഇറാനെ പൂട്ടണം, പുള്ളിക്ക് ജയിക്കണം. ഈ പേരിന് പറയുന്ന ജയം പോരാ, എന്തെങ്കിലും ഒരു തരിമ്പ് ജയം പുള്ളിക്ക് കിട്ടണം. അത് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഉപായം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്താൽ നല്ലത്. കാരണം പുള്ളി ഇപ്പോൾ കെട്ടുപൊട്ടിയ പട്ടം പോലെ, അണക്കെട്ട് പൊട്ടി ഒഴുകുന്ന വെള്ളം പോലെ എങ്ങാണ്ടോട്ടൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഓടിക്കിതച്ച് തളരുകയാണ്. ഏറ്റവും അവസാനം നാവിക ഉപരോധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ്റെ തുറമുഖത്തേക്കും ഇറാനിൽ നിന്ന് പോകുന്ന മുഴുവൻ നിശ്ചലാവസ്ഥയാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിരിക്കുകയാണ്. പക്ഷേ ഒരു തിരിച്ചറിവുണ്ട്, ഒരു യുദ്ധത്തിന് അദ്ദേഹം പുറപ്പെടുന്നില്ല. തൽക്കാലം വേറൊരു ആക്രമണമൊന്നും ഉടൻ പ്ലാൻ ചെയ്യുന്നില്ല. അത് വെടിനിർത്തൽ തന്നെയാണ്. ഇനി പുള്ളിയുടെ വാഗൊണ്ടുള്ള വെടിവെപ്പല്ലാതെ വേറെ അന്തരീക്ഷത്തിലുള്ള വെടിവെപ്പിനെ കുറിച്ച് പുള്ളി തൽക്കാലം ചിന്തിക്കുന്നില്ല. അതിനു പകരം നാവിക ഉപരോധം എന്നൊക്കെ പറഞ്ഞ് മിഡിൽ ഈസ്റ്റിനെ ആകെ നിശ്ചലമാക്കുകയാണ്. അതിന് മറുപടി പറഞ്ഞത് ഇറാൻ്റെ സ്പീക്കറാണ്. അദ്ദേഹം ട്വിറ്ററിൽ $5 പെട്രോളിനും ഡീസലിനുമൊക്കെ വിലയായ അമേരിക്കയിലെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും അത് കൂടുന്നത് കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. എണ്ണവില കുതിച്ചു കയറി. കാരണം നാവിക ഉപരോധം വന്നാൽ, ഒന്നും ചലിപ്പിക്കാതിരുന്നാൽ ട്രംപ് വിചാരിക്കുന്നത് ഇറാനെ മാത്രമല്ല, പുള്ളിയോടൊപ്പം കൂടാതിരുന്ന നാറ്റോയെയും പിന്നെ ബാക്കിയുള്ളവരെയും എല്ലാവരെയും പൊറുതിമുട്ടിച്ച് കളയാം എന്നാണ് അപ്പാപ്പൻ്റെ ഇപ്പോഴത്തെ വിചാരം. $5 ആയപ്പോൾ അമേരിക്കയിലെ ഇന്ധനവില നാട്ടിലെ 450 രൂപയായി എന്ന് ഓർക്കണം. അവിടുത്തെ മനുഷ്യരുടെ എല്ലാം ജീവിതം താളം തെറ്റുകയാണ്. മിഡിൽ ഈസ്റ്റ് ഒരുമാതിരി ദുരന്തപൂർണമായ അവസ്ഥയിലാണ്. പല വാർത്തകളും പുറത്തേക്ക് വരുന്നില്ലെങ്കിലും പലയിടങ്ങളിലും വ്യവസായവും കച്ചവടവും ബാക്കിയുള്ളതെല്ലാം നിശ്ചലാവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനിയും അത് വർദ്ധിക്കുന്ന സ്ഥിതിയിലേക്കാണ് എത്തുന്നത്. ഇതിനിടയിൽ അദ്ദേഹം മാർപ്പാപ്പായെ വെല്ലുവിളിക്കുന്നു. മാർപ്പാപ്പ അവിടെ ജീവിച്ചിരിക്കുന്നത് ഞാനുള്ളത് കൊണ്ടാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ പുള്ളി ആരാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അദ്ദേഹം ജൈവികമായി ഉണ്ടായ ആളല്ല. നമ്മളിൽ സാധാരണ പറയുന്ന പോലെ യേശുക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ട് ഉദയം ചെയ്ത ദൈവം എന്ന് പറഞ്ഞാൽ, ഈ മാർപ്പാപ്പയെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് സംരക്ഷിക്കുന്ന ആളെന്നൊക്കെ പറയുമ്പോൾ സാധാരണ ക്രൈസ്തവ മതവിശ്വാസികളെയും അതുപോലെ ലോകത്തെയും മുഴുവൻ ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് മാർപ്പാപ്പ. അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ആളാണെന്നൊക്കെ പറയുമ്പം എന്താണൊരു മാനസികാവസ്ഥ എന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. പുള്ളി ഈ പോക്ക് പോയാൽ പാൻറ്റൂഴി തലയിലിടും, കോട്ടി ചിലപ്പോൾ എടുത്ത് മുണ്ടുടുക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ പുള്ളിക്കൊരു പരിഹാരം കാണിച്ചു കൊടുക്കണം. ഇറാനെ നമുക്ക് ഇങ്ങനെ പിടിക്കാം എന്ന് പറയണം. കുറഞ്ഞ പക്ഷം നമുക്ക് ആ മാപ്പ് എടുത്ത് വെച്ചിട്ട് ആ മാപ്പിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചെങ്കിലും പുള്ളിയെ ആരെങ്കിലും അറിയാവുന്നവർ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഇറാനെ പിടിച്ചേ എന്ന് പറഞ്ഞൊരു പത്രസമ്മേളനം നടത്തി ഈ പണി അവസാനിപ്പിക്കാൻ പറയണം. കാരണം ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കാൻ ഒരുങ്ങുകയാണ് ഈ ഒരു യുദ്ധക്കൊതിയുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ട്രംപും നെതന്യാഹുവും. നെതന്യാഹുവിന് ഒരു വാട്ടലായി. നമ്മൾ സാധാരണ പറയുമല്ലോ ഒന്ന് വാടിയെന്ന്. അതേസമയം ട്രംപ് ആകട്ടെ അങ്ങ് പഴുത്തളിഞ്ഞു.